കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കറുപ്പും വെള്ളയുണ്ട്, കറുപ്പ് മാത്രമായിട്ടുള്ള പശുണ്ട്, വെള്ള മാത്രമായിട്ടുള്ള പശുണ്ട്, പിന്നെ തവിട്ട് നിറമുണ്ട്, പിന്നെ കാപ്പി കളറുണ്ട്, അങ്ങനെ കുറെ കളറിലുണ്ട്. പക്ഷെ ഏത് കളറിലെ പശു ആണെങ്കിലേ പാല് വെളുത്തിട്ടായിരിക്കും കേട്ടോ. പരിശുദ്ധിയുടെ നിറം വെള്ളയാ. മാമാ, മഴവില്ലിന്റെ നിറത്തിലുള്ള പശു ഉണ്ടോ? മഴവില്ലിന്റെ നിറത്തിലോ? 7 നിറത്തിലോ? അങ്ങനെ പശു ഒന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടുന്ന് കണ്ട്? ടിവിയില്. ശരിക്കും? ഏത് നാട്ടിലത്? ഏത് നാട്ടിലാന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കാർട്ടൂണിൽ കണ്ടിട്ടുണ്ട്. ആ കാർട്ടൂണിലാണാ? അത് കളർ അടിക്കണായിരിക്കും പശുവിനെ. ഞാനും അതാ നോക്കണതേ. മഴവില്ലിന്റെ നിറത്തിലുള്ള പശു ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പശുവിന് പുല്ലെടുക്കാൻ പോവാ. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പശുവിനെ നോക്കി നിൽക്കുക. അങ്ങോട്ട് കയറരുത് കേട്ടോ. അതെ, നന്ദിനി കുറച്ച് കുറുമ്പിയാ. അപ്പൊ ഞാൻ പുല്ലെടുത്ത് വരുന്നവിടെ നിൽക്കട്ടാ. എന്താ അറിയോ, നന്ദിനി കുറച്ച് കുറുമ്പിയാ. അവളെന്തെങ്കിലുമൊക്കെ കാണിക്കും. അതാ നന്ദിനിയെ, അവരിവിടെ ഉണ്ട് കേട്ടാ. ഡാ, നീ വികൃതി ഒന്നും കാണിക്കല്ലേട്ടാ. നിന്റെ മുഖത്തുണ്ട് വികൃതി, എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? എന്തേ? അതേ, ഇതുവരെയുള്ള സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തരക്കേടില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് മാച്ചാവണില്ല, ശരിയാവണില്ല. ചിലവര് ഭയങ്കര ഓവർ, ചിലവർക്ക് ഒന്നും അറിയില്ല, ചിലവർക്ക് ഇത് പ്രശ്നേ അല്ല. പ്രശ്നേ അല്ലാത്ത ആളാരാണ്? അങ്ങനെയുണ്ട് ചിലവരേ. അതിലൊന്നാമത്തെ ആള് നീയാണ്. ഞാനാ? ഇത് ചെയ്യുന്നു. അതേ, ഇവളിപ്പോ നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്കാ. അല്ല, അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയണത്. അല്ലേ? പക്ഷെ അവളുടെ പ്രവൃത്തി കണ്ടപ്പോ വേലക്കാരിയുടെ മാതിരിയാ. അലക്കല്, തുടക്കല്, അടിച്ചു വാരല്, പാത്രം കഴുകല്, ഇനി ഇല്ലാത്ത പണിയില്ല അവൾക്ക്. അത് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ അതൊക്കെ നല്ലതാണ്, തരക്കടൊന്നുമില്ല. പക്ഷെ അത് അങ്ങോട്ട് ഓവറായിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ട് പിടിക്കപ്പെട്ടാല് അതിന് ഉത്തരവാദിയായിട്ട് നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അത് പറഞ്ഞ നല്ലതാണ്. ഒന്ന് മിതത്വം പാലിക്കാൻ പറഞ്ഞാൽ മതി അഭിനയത്തിലേ കേട്ടോ. നീയും ഒന്ന് നന്നായിക്കോ. എവിടേക്ക് പോണു? അതെ, ഞാൻ കുറച്ച് പരിപാടി ഉണ്ട്. അല്ല, പോവാ. അതിന് പാമ്പിന്റെ ശല്യല്ലേ. പാമ്പാ? ആ പാമ്പ് ചീറ്റിട്ട് നടക്കാൻ പറ്റല്ലേ അവിടെ. ചീറ്റലൊക്കെ ഒന്ന് കുറയ്ക്ക്. ആനന്ദേട്ടാ, പിള്ളേരാണ് എത്ര പിള്ളേര്. ഇങ്ങനെയുണ്ട് പിള്ളേര്. ഞാൻ ഒരുപാട് പിള്ളേരെ കാണാറുണ്ട് സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ പോകുമ്പോ. എല്ലാരും എന്നെ നോക്കി ചിരിക്കുക. കല്ലൊന്നും എടുത്ത് അറിയാറില്ല. എന്താ കാര്യം? എന്താ പറയടാ ഈ? ആ കുട്ടികളെ കല്ലെടുത്തെറിഞ്ഞ്. എന്നല്ല, എന്റെ രമണിനെയും നന്ദിനിനെയും. ആനന്ദേട്ടൻ അതിന് സമാനം പറയണ്ട കേട്ടോ. ഞാൻ എന്ത് സമാധാനം പറയാനോ? പിന്നെ ആനന്ദേട്ടനല്ല കുട്ടികളെ രക്ഷകർത്താവ്. അപ്പുണ്യേ, ഇപ്പോ ശരിക്കും പറഞ്ഞ അനന്തേട്ടന്റെ ഓഫീസിൽ ജോലി ചെയ്യണ ഒരു കുട്ടിയാണല്ലോ അത്. കുട്ടിയല്ല കല്ലെറിഞ്ഞ കുട്ടിയുടെ കുട്ടികളാ. അതെ, ആ കുട്ടിയും കുട്ടിയുടെ കുട്ടികളും. അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ ഒരു അഭയം കൊടുത്തു എന്നല്ലേ ഉള്ളൂ. ആനന്ദേട്ടനാണല്ലോ അവരെ ഈ വീട്ടിൽ കൊണ്ടുവന്നേ. അപ്പൊ ആനന്ദേട്ടൻ അതിന്റെ ഉത്തരവാദിത്വം. അങ്ങനെയാണ്. കൊണ്ടുവന്ന് ഞാൻ തന്നെയാണ്. എടാ പുണ്യ, കുട്ടികളല്ലടാ, ആക്കെ നീ പറഞ്ഞാ മതി അവരോടെ. ആ കുട്ടികൾ എന്ന് പറഞ്ഞാലേ കുരുത്തക്കേട് വെച്ച് കൂടുതലാ കുട്ടിയൊക്കെ. അതാ, അതൊന്നും സാരില്ലാതെ. അതൊക്കെ നീ പറഞ്ഞ അവര് കേൾക്കും. ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല. ആനന്ദേട്ടൻ പറയും. ഒരു ബുദ്ധി ഇല്ലാത്ത ആ പശുക്കൾ നീ പറഞ്ഞാൽ കേൾക്കണില്ലേ? പിന്നെ ഇപ്പൊ കുട്ടികള്. അതെ, ബുദ്ധിയില്ലാത്ത അമ്മാവനാ. പശുക്കൾക്ക് നല്ല ബുദ്ധിയാ. അതാ പുണ്യേ, നീ ചെന്ന് പറഞ്ഞാ കുട്ടികൾ കേട്ടോളൂടാ. അല്ലാണ്ട് ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഏട്ടൻ വന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല ആനന്ദേട്ടൻ പറയണം കേട്ടോ. കേക്കുന്നേ. അപ്പുണ്ണേ, ആ പശുക്കള് നീ പറഞ്ഞാ കേൾക്കണില്ലേ? അപ്പൊ അതേമാതിരി ഇതൊരു പോത്തിന്റെ 2 കുട്ടികളാന്ന് കരുതിയാ മതി.
പറഞ്ഞോക്കാം. ദേവ് എടീ എന്താ ദേവികേ ദേവികേ ഒരു വട്ടം വിളിച്ച എനിക്ക് ചെവി കേൾക്കാം. ദേവി ദേവി ദേവി. എന്തു പറ്റി? എന്താ നിനക്ക് പറ്റിയത്? ഇതിൽ കൂടുതൽ എനിക്ക് ഇനി എന്താ പറ്റാനുള്ളത്? എന്തെങ്കിലും വിഷയം ഉണ്ടായ? ഒരു വിഷയം ഇവിടെ ഉണ്ടാവുന്നില്ലല്ലോ. വിഷയം ഉണ്ടായ? എന്താണ് എടി, എന്താ കാര്യം എന്ന് പറയാന്ന്? സൗകര്യമില്ല പറയാൻ. ഇതെന്താ നിനക്ക്? അല്ല ബാധ്യം കയറിയ മാതിരി. ഇങ്ങനെയാണെങ്കിൽ ബാധയൊക്കെ കയറും. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ബാധ കയറും, ശരിക്കും ബാധ. എല്ലാം കൂടെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകും. നോക്കിക്കോ. എന്ത് അതിനകത്ത് എന്താ പ്രശ്നം ഉണ്ടായത് ഇവിടെ? നീ ആ കുട്ടികളുടെ കാര്യമൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടാ. എന്റെ മാത്രം കുഞ്ഞുങ്ങളല്ലല്ലോ, നിങ്ങളുടെയും കൂടെ അല്ലേ. അങ്ങോട്ട് നോക്കിയാ മതി. എനിക്ക് പറ്റില്ലല്ലോ, അതല്ലേ. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എന്താ, നിങ്ങളുടെ കാര്യം നോക്കാൻ ഇപ്പൊ കുറെ കുമാരിമാരിറങ്ങിയിട്ടുണ്ടല്ലോ ഇവിടെ. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇതെന്താ വിളക്ക്? മനസ്സിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്നത് പറയണ്ടെന്നാല്. എന്താണ് കാര്യം? ഇടി എന്താ കാര്യം? എല്ലാം കൂടെ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതിന് മാത്രം എന്ത് വിഷയം ഉണ്ടായത്? ഷൈനമോളെ, എന്താ ദേവേച്ചി? ഫുഡ് കഴിച്ചാ? കഴിക്കാൻ പോവാ. ആണോ? ഇന്നലെ മോള് അനന്തൻ സാറിനെ പറ്റി ഒരു കാര്യം പറഞ്ഞല്ലേ? എന്ത് കാര്യ? മറന്നുപോയോ? അനന്ത സാറും ആ കുമാരിയും തമ്മിൽ എന്തോ ഉണ്ടെന്ന്. അത് ശരിക്കും ഉള്ളതാണോ? അത് ശരിക്കും ഉള്ളതാ. ആണോ? അതത്ര ഉറപ്പിച്ചു പറയാൻ എന്താ കാര്യം? അത് അവര് തമ്മിൽ എപ്പോഴും ഭയങ്കര കളിയും ചിരിയും ഒക്കെയാ. അല്ലെങ്കിൽ ഈ കളിയും ചിരിയൊക്കെ ഒത്തിരി ഉണ്ടെന്ന് വെച്ചിട്ട് അവര് തമ്മിൽ പ്രേമാവണമെന്നില്ലല്ലോ. ചേച്ചി എന്താ ക്വസ്റ്റ്യൻ ചെയ്യണോ? അയ്യോ മോളെ, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാനോ? എന്തിന്? ഇതിപ്പോ അനന്ത സാറിന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ സാറിന്റെ സ്റ്റാഫ് അല്ലേ. സാറിന്റെ ഒരു കല്യാണം നടക്കാന്നുള്ളത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ, അതുകൊണ്ടാ. അല്ല, എന്താ ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം? അതെന്റെ ഒരു സംശയാ. പക്ഷെ അവര് തമ്മിൽ പ്രേമാന്ന് പറയാൻ എനിക്ക് വേറൊരു കാരണം കൂടെ ഉണ്ട്. എന്ത് കാരണം? അതൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയല്ലേ, പറയേ. അത് ഞാൻ പറയാം, പക്ഷെ ആരോടും പറയരുത്. ഇല്ല, പറ. ആഹാ, നിങ്ങളിവിടെ വർത്താനം പറഞ്ഞു നിൽക്കാണ്. ഞാനേ അവിടെ ഭക്ഷണം എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? ബാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഒരുമിച്ച് കഴിക്കാലോ. വരാമേ. ഞങ്ങള് വരും അമ്മേ. അല്ല, ഓഫീസിലൊന്നും പോണ്ടേ മോക്ക്? 2 ദിവസം എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട്. അവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണോ? എന്ത് പറ്റി? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, ഏത് നേരം പണിയാണല്ലോ, ഓടി നടന്ന് പണിയെടുക്കല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പൊ തന്നെ എന്റെ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടിട്ടാ വന്നേക്കണേ. കണ്ടു പഠിക്ക്, ഇങ്ങനെയാ പെൺപിള്ളേര്. ബാ, ഭക്ഷണം കഴിക്കാം. ഇതൊക്കെ വലിയ ജോലിയാണോ അമ്മേ? ആഹാ, ഇവിടെ വന്നിരിക്കണ. എന്താണ് മുഖം ഒറ്റക്കൊട്ടുണ്ടല്ലോ, എന്താ ഉണ്ടായത്? അംബ്ലിക, നിങ്ങളുടെ അമ്മയ്ക്ക് നാക്ക് ഇത്തിരി കൂടുതലാട്ടോ. അത് ശരിയാ, നീ ഇപ്പോഴാ അറിയണ? ഞാൻ എത്രയോ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഉണ്ടായത്? ആ ദേവിക മാഡമേ അമ്മയ്ക്ക് കുറച്ച് തുണി കഴുകി കൊടുത്തു.
അത് അമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറയാ അങ്ങനെ വേണം നല്ല പെൺപിള്ളേരായാലെന്ന്. ആ പറഞ്ഞതിൽ ഭാഗ്യമായിട്ട് ഞാൻ നമ്മുടെ പക്ഷം തന്നെയാണ്. എന്തിന് തുണി കഴുകാൻ എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നേ? അങ്ങനെ ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല. പിന്നെ അവർക്ക് നമ്മുടെ തുണി കഴുകാൻ തോന്നി, അത് നന്നായോണ്ട് അവരെ അഭിനന്ദിച്ച്. നീ എന്തായാലും നല്ലത് ചെയ്യുമ്പോ നിന്നെ അഭിനന്ദിക്കും. അതിലിപ്പോ എന്താ ഉണ്ടായത്? അതൊന്നും അമ്പിളിക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവെങ്കിലേ പെണ്ണായിട്ട് ജനിക്കണം. എടി, ഇതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം. ആരെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ കുത്തും കോമയും അടിവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കുത്തുവാക്കാണെന്ന് ധരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എന്നിട്ട് വെറുതെ പോരണ്ടാക്കും. അത് എന്റെ അടുത്ത് പറഞ്ഞത് കുത്തുവാക്കല്ലേ? ഞാനൊന്നും ചെയ്യുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതൊന്നും അങ്ങനെയല്ല ഷാഹിന. പിന്നെ എങ്ങനെയാ? അവർക്ക് നമ്മുടെ തുണി കഴുകാൻ തോന്നി, അവരത് കഴുകി, അത് നന്നായി നമ്മ പറഞ്ഞ്. അതങ്ങനെ നിന്നെ കുത്തുവാക്കാണത്. നീ അതും പോയി കേട്ട് നിന്നിട്ട് കുത്തുവാക്കാണെന്നും പറഞ്ഞ് ധരിച്ച് ആവശ്യമില്ലാത്തതൊക്കെ ഓർത്ത് കുടുംബത്തിൽ യുദ്ധം ഉണ്ടാക്കണേന്ന്. വിട്ട് കളയണം ഷാഹിന അതൊക്കെ. ഇതൊക്കെ കാരണന്മാരുടെ പരിപാടികളാണ്. അമ്മായിയമ്മ പോര്, കുത്തുവാക്ക്, കുടുംബത്ത് ബഹളം. നമ്മ ന്യൂ ജനറേഷൻ അല്ലേ, അതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. എൻജോയ് ലൈഫ്. എന്നാ പിന്നെ അമ്മ പറഞ്ഞ ഈ വർത്താനം ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ വന്നത് സേവ് ചെയ്തും വെക്കരുത്. അത് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെ അങ്ങോട്ട് ആകല്ലാതെ വെറുതെ അതും ഇതുമൊക്കെ തലയെ കയറ്റി വെറുതെ. നീയേ എനിക്കുള്ള ചായ എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പൊ കണ്ടരാവേ. ഇവളൊക്കെ എന്തിന് സ്കൂളിൽ പോയതാണ്? ഒരു കാര്യം മനസ്സിലാക്കാനുള്ള വിവരവും ഇല്ല. എനിക്ക് കൊടുക്കാത്ത ബുദ്ധിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നല്ല. ചൂടൂടെ കൊള്ളിച്ചാ കൊള്ളായിരുന്നില്ലേ? ആ ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കാം. എന്നാലും മതി. ഹലോ, ഞാൻ അനന്തനാണ്. ഞാനൊരു വീടിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, വാടക വീടിന്റെ. ഒരു സ്ത്രീയും 2 കുട്ടികളും മാത്രം. 2 ആഴ്ച കഴിയോ? അത് ശരി. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് അവര് വീട് ഒഴിയുമ്പോഴേക്കും ഞങ്ങളങ്ങ് അവരങ്ങോട്ട് വരും കേട്ടാ. ഇല്ലില്ല, അഡ്വാൻസിന്റെ കാര്യമൊക്കെ അതൊക്കെ അവരോട് പറഞ്ഞു തന്നെ അവര് തരും. ഓക്കെ. ഞാൻ എന്നോട് ഇങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചു, അത്രയേ ഉള്ളേ. ശരി. ഓക്കെ, വെച്ചു. എന്താ മേ നീ ഒന്നേ എന്താച്ചാ? നീ ഇപ്പൊ ആർക്കാ ഫോൺ ചെയ്തേ? ഞാൻ ആ ദേവിയയ്ക്ക് ഒരു വാടക വീടിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഒരു ബ്രോക്കർ എടുത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു വാലുതുമ്പും കാണിക്കില്ല. അപ്പൊ ഒന്ന് വിളിച്ച് പേടിപ്പിച്ചതാ. അല്ല, നീ അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവാണ്? പിന്നെ അവരെ പറഞ്ഞു വിടാതെ അവര് പിന്നെ കാലാകാലം ഇതിനകത്ത് താമസിപ്പിക്കാൻ പോവാണോ? അല്ലടാ, അവരിവിടെ താമസിക്കുന്നോണ്ട് ഇവിടെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതേടാ, എന്തൊരു കഷ്ടമാണ്. ഇതാണ് അമ്മേ ഞാൻ ആദ്യേ പറഞ്ഞത്, ഈ വക പരിപാടിക്ക് നിക്കണ്ടാന്ന്. അന്ന് ആരും കേട്ടില്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചിട്ട് അതിന് സമ്മതിച്ച തന്നെ. ഇതിപ്പോ ഇല്ലാത്ത ഗുണഗണങ്ങൾ മുഴുവനെ പറഞ്ഞുണ്ടാക്കി അവസാനം ആ പെണ്ണിനെ എന്റെ തലയിലിടും. അവിടൊക്കെ കാര്യങ്ങളുടെ പോക്ക് എനിക്ക് മനസ്സിലാവേണ്ടത്. അതിന് നിക്കണ്ട. ആ കൊച്ചുങ്ങൾ വീട്ടിലുള്ളതേ വീട്ടിലൊരക്കമായിരുന്നു. ആ പെണ്ണിനെ കൊണ്ട് എനിക്ക് എന്തോ ഒരു ഉപകാരമായിരുന്നു. അടുക്കള വലിയ സഹായമായിരുന്നു. ഒരു പോന്ന് പറഞ്ഞപ്പോ മനസ്സിന് എന്തോ ഒരു വിഷമോടി. ശരിയാ വല്ലേട്ടോ. എന്താച്ചാ ഛർദിക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞാനൊന്ന് ആലോചിച്ച് നിന്ന് പോയതാ. ഞാൻ വിചാരിച്ചു ഛർദിക്കാൻ വന്നിട്ടാണ്. ഈ ഗ്യാസിന്റെ ഒക്കെ ഉണ്ടാവൂലോ രാവിലെ. അതെ അങ്ങനൊന്നും അല്ല. ചായ. അയ്യോ, മോളോട് ആരാ ചായ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? അച്ഛൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അച്ഛൻ ചായ കുടിക്കും. എന്റെ അച്ഛനെ എപ്പോഴും ചായ കുടിക്കുമായിരുന്നു.
അപ്പൊ ഞാൻ അച്ഛനെ കണ്ടപ്പോ മുതല് എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വന്നേ. അച്ഛൻ എപ്പോഴും ചായ കുടിക്കോ? അയ്യോ പിന്നെ ഒത്തിരി ചായ കുടിക്കും. ഈ എഴുത്തിന്റെ മൂർധാവസ്ഥയിലെത്തുമ്പോ കുടിയോടെ കുടിയാ ചായ. ചായ. അച്ഛൻ നോവലിസ്റ്റ് മാത്രമല്ല വലിയ നടനാണെന്ന് കേട്ടല്ലോ, ആണോ? അയ്യോ പിന്നെ ഞാൻ ഏതാണ്ടൊരു 55 വർഷത്തെ നാടകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അച്ഛാ. അയ്യോ കണ്ടിട്ടില്ലയോ? അച്ഛൻ കാണിച്ചു തരാം. ഇപ്പോഴോ? എവിടെ പോവാ? കഥാപാത്രമാകണ്ടേ? ഓ കഥാപാത്രമാ, ഉൾക്കൊള്ളാനല്ലേ? ഉൾക്കൊള്ളാം. അപ്പോഴേ ഒരു കിളവന്റെ വേഷമാ, മനസ്സിലായി? അപ്പൊ ഞാൻ ഈ പറയുമ്പോ മൂക്കുപ്പൊടി എന്റെ കയ്യിലോട്ട് ഇട്ട് തരണം. ഞാനിങ്ങനെ കൈ നീട്ടും, അങ്ങനെ സങ്കല്പിച്ചാൽ മതി. കുപ്പി കയ്യിലുണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് കയ്യിലോട്ട് ഞാൻ തട്ടിയിടുക. അത്രയും ചെയ്താൽ മതി. കൈ നീട്ടുമ്പോ കേട്ടോ. പിന്നെ ഞാൻ ചില സ്ഥലപ്പേരൊക്കെ ചോദിക്കും, അന്നേരം പേരും ഒക്കെ പറയണം. ഞാൻ പറയുന്നതിന് മറുപടി പറഞ്ഞാൽ ഒരാൾ വേണമല്ലോ കൂടെ. ഞാൻ അഭിനയിക്കണോ? അപ്പൊ വേണം, ഞാൻ പറയുന്നതിനുള്ള ഓരോ വാക്കുകൾ പറഞ്ഞാൽ മതി. എന്നാ ഇരിക്കട്ടെ അച്ഛൻ, കഥാപാത്രം ആകാൻ പോവാ. ആയിക്കോ. വലിക്കുന്നോ? ഉണ്ടായോ? എവിടാ താമസം? മൂവാറ്റുപുഴ. പപ്പുവേ കണക്കൊക്കെ കൃത്യമായി നോക്കിക്കോണം. വഴിപാട് വിവരത്തിന് ഒരു ബോർഡ് എഴുതി തൂക്കിയാരെ. അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. താലപ്പൊലിക്കാർ എണ്ണ കൊണ്ടുവരണോ എന്നൊരു തർക്കം. ആനയെ കൊണ്ടുവരുന്ന ഒരു ചങ്ങലയും കൂടെ കൊണ്ടുവരണ്ടായോ എന്ന് ഞാൻ ചോദിച്ചു. കല്യാണമൊക്കെ കഴിച്ചതാണോ? ഭർത്താവിന് 2 മക്കൾ. അമ്പിട്ടത്ത് പാക്കന്റെ കമ്മിറ്റി ചേർത്തതാരാടാ പപ്പുവേ? അഭിനയിച്ചതാ മോളെ. ആട്ടെ എങ്ങനുണ്ട്? പറ. എന്റെ അച്ഛ, എന്ത് രസമായിട്ടാണ് അച്ഛാ പെർഫോം ചെയ്യുന്നത്. ഇതിപ്പോ ഈ നമ്മൾ ഈ വേഷം വേണം, വേഷവും ഈ കളവന്റെ വേഷമൊക്കെ ചെയ്ത് റെഡിയാകുമ്പോ ഓക്കെ ആക്കി. ഇതിപ്പോ നമ്മൾ നോർമലി ഇരിക്കല്ലയോ. അച്ഛന് സിനിമയിലും സീരിയലൊക്കെ ഒന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നോ? ഒരുപാട് ശ്രമിച്ചതാ മോളെ, പക്ഷെ നടന്നില്ല. ഇനി ശ്രമിക്കാലോ. ശ്രമിക്കാം, പക്ഷെ ഞാനെന്താ സമ്മതിക്കത്തില്ല. അനന്തേണ്ട ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതെന്താന്നറിയോ, ആനന്ദൻ സാറ് ഭയങ്കര ഈ കലാകാരന്മാരെ അവിടെ ഓഫീസിലൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആണല്ലേ? പക്ഷെ ആനന്ദൻ സാർ ഭയങ്കര ഇതിനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളാ. അത് നമുക്ക് പറഞ്ഞ് സെറ്റ് ആക്കാം. അച്ഛ ചായ കുടിക്ക്. ശരി അച്ഛാ. ശരി ശരി. ചായ വേണേ പറഞ്ഞാ മതി. വിളിച്ചു പറയാൻ പോളെ. എന്തു പറ്റി? എന്താണ് ഇത്ര വലിയ ആലോചന? പുതിയ കഥ എഴുതാൻ ആലോചിക്കണോ? അതൊന്നും അല്ലടി. പിന്നെ ഞാൻ ആ ദേവികയും പിള്ളേരെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തു പറ്റി? നമ്മൾ അനന്തം പറഞ്ഞില്ലേ അവരിവിടുന്ന് മാറി താമസിക്കാൻ പോവാന്ന്. അത് ശരി, അവര് മാറി താമസിക്കണ്ടേ? ആ പിള്ളേരുടെ കളിയും ചിരിയും തുള്ളിച്ചാട്ടവും കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് പോവാന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം. അത് ഓർക്കുമ്പോ എനിക്കും വിഷമമുണ്ട് ബലരാമേട്ടാ. അടുക്കളയിൽ അവൾ എനിക്ക് എന്ത് സഹായമായിരുന്നു. അവളുണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയും തീയലും അവിയലും ഒക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു. എന്താ ചെയ്യാ? സീതേ, നീ ഇങ്ങോട്ടിരുന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ബലരാമേട്ടാ? അതെ, അവളുടെ കൂടെ പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? നമ്മുടെ അനന്തനെ കൊണ്ട് അവളെ കെട്ടിച്ചാലോ?
എന്താ പറഞ്ഞേ? എടി നമ്മുടെ അനന്തനെ കൊണ്ട് അവിടേക്ക് കെട്ടിച്ചാലോ ഒന്ന്. മലബാർ സ്റ്റൈൽ വെജിറ്റബിൾ കറി. ഇന്ന് ഞാനൊരു കലക്കും. ഇൻഗ്രീഡിയൻസ്: വെണ്ടയ്ക്ക അരിഞ്ഞിട്ടുണ്ട്, തക്കാളി ഉണ്ട്, സവാള അറിയാം, കുഴപ്പമില്ല. പിന്നെ പച്ചമുളക്, അതും അരിഞ്ഞിട്ടില്ലല്ലോ, അതും അരിയാം. പിന്നെന്താണ്? കറിവേപ്പില, അത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിക്കാലോ. മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ